ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി മുസ്ലിം സംഘടനകളുണ്ട്. അവരുടെയൊക്കെ പല പ്രവർത്തനങ്ങളും വാക്കുകളും വാദങ്ങളും നമ്മൾ കേട്ടാൽ മുസ്ലിം സംഘടനകൾ തന്നെ ഷിർക്കിന്റെ പ്രചാരകരായി മാറുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ തവസ്സുൽ ഇസ്തിഗാസ എന്ന് പറയുകയുണ്ടായി. ഈ അടുത്താണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അവരുടെ ഒരു ജില്ലാ സമ്മേളനത്തിൽ, ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ പറഞ്ഞത്, നമുക്ക് ഇടയാളന്മാരെ ആവശ്യമില്ല, കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ആളുകളെ ഷെയ്ഖാക്കി അങ്ങനെ മുരീദന്മാരായി അങ്ങനെ തരീക്കത്തുണ്ടാക്കേണ്ട കാര്യമില്ല, നേരിട്ട് പ്രാർത്ഥിക്കുക, നേരിട്ട് പറയുക, അതാണ് നമ്മുടെ ശൈലി, നമ്മുടെ രീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടപ്പോഴേക്കും പല ആളുകളും സടകുടഞ്ഞെഴുന്നേറ്റു. എന്നിട്ട് SKSSF എന്ന് പറയുന്ന വിഭാഗം അവര് പോസ്റ്റർ അടിച്ചിറക്കി. എന്താ അടിച്ചിറക്കിയത്? അവരുടെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയിട്ടുള്ള പോസ്റ്ററിൽ പറയുന്നത് ഇസ്ലാമിൽ ഇടയാളന്മാരാവാം എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ കുട്ടിക്കൊരു രോഗം വന്നാൽ, നിങ്ങളുടെ മാതാപിതാക്കൾക്കൊരു വിഷമം വന്നാൽ, നിങ്ങൾക്ക് തന്നെയും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഒരു ഇടയാളനെ നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാം എന്നാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പോസ്റ്ററിൽ 2 സംഭവങ്ങൾ, ഒരു ഹദീസും ഒരു ആയത്തും അവർ കൊടുക്കണ്ടായി. എന്താണ് ആ ഹദീസ് എന്ന് പറയുന്നത്? ബുഖാരി ഉദ്ധരിച്ചൊരു സംഭവമാണ്. അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവാചകൻ മുഖേന, പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ പ്രവാചകന്റെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവമാണ്. അപ്പൊ ഈ സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇടയാളന്മാരാകാമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, എന്താണ് സത്യത്തിൽ? ദുർവ്യാഖ്യാനമാണ്. ഇപ്പൊ നബിയോട് പറയാണ് നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണമെന്ന്. എല്ലാവർക്കും അറിയാം, അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഗ്രാമീണവാസിയായിട്ടുള്ള മനുഷ്യൻ വന്ന് പറഞ്ഞു, പ്രവാചകരെ, മഴയില്ല, വരൾച്ചയാണ്, കന്നുകാലികൾക്ക് പ്രശ്നമാണ്, അതുപോലെ കൃഷികൾ, സസ്യലതാദികൾ ഒക്കെ നശിച്ചു പോയിരിക്കുന്നു, ഹലക്കത്തിൽ അംവാൽ, സമ്പത്ത് തന്നെ നശിച്ചു എന്നാണ് പ്രയോഗിക്കുന്നത്. അങ്ങനെ പ്രവാചകനോട് പറഞ്ഞു മഴയ്ക്ക് വേണ്ടി തേടണം. അള്ളാന്റെ റസൂൽ മിമ്പറിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഗ്ഥിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരേണമേ. അങ്ങനെ മഴ വർഷിച്ചു എന്നുള്ളതാണ്. പിന്നീട് ബുഖാരിയുടെ ആ ഹദീസിൽ തന്നെ കാണാം, ആ പിറ്റേത്തെ ആഴ്ച വന്നിട്ട് വീണ്ടും പറയാണ്, എന്തിന്? മഴ അധികമായി അതൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും റസൂലുള്ള കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിലുള്ള പാഠം? നമ്മുടെ സമൂഹത്തിലുള്ള ഈമാനും തഖ്വയുമുള്ള നല്ലൊരു വ്യക്തിയോട് ഇങ്ങനെയുള്ള മഴയ്ക്ക് വേണ്ടി, അതുപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം, ഇങ്ങനെ വിഷമങ്ങളുണ്ട് എന്നൊന്ന് പറയാണ്. അതല്ലാതെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ ഇടയാളന്മാരെ ആക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ ദുർവ്യാഖ്യാനാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇപ്പോ പ്രവാചകന്റെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ജീവനുണ്ട്. ജീവനുള്ള പ്രമുഖനായിട്ടുള്ള അവരുടെ കൂട്ടത്തിലെ ഒരാൾ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ആരോടാ പ്രാർത്ഥന? അദ്ദേഹത്തോടാണോ? അല്ല, അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. അപ്പോ അതൊരിക്കലും തന്നെ ഇസ്ലാം എതിർത്ത കാര്യമല്ല. ഇസ്ലാം എന്താണ് എതിർക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച്, ഇതുപോലെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, അദ്ദേഹത്തോട് പറയാൻ, നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ, അറഫയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കൾക്ക് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പറയാൻ. അതുപോലെയുള്ളൊരു സംഭവം മാത്രമാണ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സംഭവം. അതല്ലാതെ മരണപ്പെട്ടു പോയിട്ടുള്ള മമ്പുറം തങ്ങൾ, CM മടവൂർ, അതുപോലെയുള്ള ആളുകളെ ഇടയാളന്മാരാക്കി
പ്രാർത്ഥിക്കുകയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ തവസ്സുൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദൂ ഫീ സബീലി ലഅല്ലകും തുഫ്ലിഹൂൻ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ പടച്ച റബ്ബിനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ റബ്ബിലേക്ക് വസീലത്തിനെ തേടണം. എന്നിട്ടോ വജാഹിദൂ ഫീ സബീലി, റബ്ബിന്റെ മാർഗത്തിൽ അത്യധ്വാനം ചെയ്യണം. എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിച്ചേക്കാം എന്നാണ്. എന്താണ് നിങ്ങൾ വസീലത്തിനെ അന്വേഷിക്കുക, വസീലത്തിന് തേടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയല്ല. വസീലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം ത്വബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, വതുലുബുൽ ഖുർബ, അതായത് സാമീപ്യം അന്വേഷിക്കുക എന്നാ. അള്ളാഹുവിലേക്കുള്ള അടുപ്പം നിങ്ങൾ തേടുക. എങ്ങനെയാണ് തേടേണ്ടത്? ബിൽ അമലി ബിമാ യുർളിഹി, അല്ലാഹു തആല തൃപ്തിപ്പെടുന്നതായിട്ടുള്ള അമലുകൾ കൊണ്ട്. അള്ളാഹു എന്തെല്ലാം അമലുകളാണ് തൃപ്തിപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ സുബഹി നമസ്കരിക്കാൻ അതിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത്, വളരെ പ്രാധാന്യമുള്ള പ്രതിഫലാർഹമായിട്ടുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണല്ലോ അത് നിർവഹിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. അതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, തഹജ്ജുദ് നമസ്കാരം അത് നിർവഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. ഇപ്പോ വയനാട് ദുരന്തമുണ്ടായി, അതിലേക്ക് ആളുകൾ ഉദാരമായി ദാനം ചെയ്യുകയാണ്. അതെന്താണ്? ഒരു അമലാണ്, ഒരു പുണ്യകർമ്മമാണ്. അത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. ഇതാണ് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ. അത് സൽക്കർമ്മങ്ങൾ കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പള്ളി ദർസുകളിൽ ഓതുന്ന മുതഅല്ലിമീങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന, ഞങ്ങളുടെ തഫ്സീറാണ് എന്നവർ പറയുന്ന തഫ്സീറുൽ ബൈളാവിയിൽ പറയുന്നു, മിൻ ഫഇലി ത്വാആതി വതർക്കിൽ മആസി, നന്മകൾ അനുഷ്ഠിച്ചുകൊണ്ട് തിന്മകൾ വർജിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ്. അപ്പൊ നന്മകൾ ചെയ്യുക, ഇപ്പോൾ അതുപോലെ തിന്മ വർജിക്കുക. ഒരാൾക്ക് വലിയൊരു നോട്ടുകെട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അത് ആരും അറിയൂല, അതെടുത്ത് പോക്കറ്റിലിടാം അദ്ദേഹത്തിന്. പക്ഷേ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം അത് സ്വന്തം പോക്കറ്റിലേക്ക് ഇടുന്നില്ല, അത് സ്വന്തമായി എടുക്കുന്നില്ല, അവൻ മോഷ്ടിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അത് വർജിക്കുന്നത്. അതൊരു പുണ്യകർമ്മമാണ്. അങ്ങനെയുള്ള കർമ്മങ്ങള്, തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അതാണ് വസീലത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താ പറഞ്ഞത്? ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ കാര്യം, ഇസ്ലാമിൽ ഇടയാളന് ആവശ്യമില്ല എന്ന് പറയുന്ന കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മധ്യവർത്തികൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആനിലെ 20 ആയത്തുകൾക്കെതിരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശുദ്ധമായ വങ്കത്തരം. അബൂജഹലിന്റെ വാക്കാണത്. ഖുർആൻ എങ്ങനെയാണത് പറയുക? ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇടയാളന്മാരെ ആവശ്യമില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എന്നിട്ട് ഇവര് ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായം 64-ാമത്തെ സൂക്തം ഇവര് ദുർവ്യാഖ്യാനം ചെയ്തു. എന്താണ് ആയത്ത്? വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അങ്ങോട്ട് ഓതുകയാണ്. എന്നിട്ട് ഇവരുടെ ഈ ജാർ ദർഗകളിൽ കടക്കുന്ന മഹാത്മാക്കൾ, ഔലിയാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ, അവരൊക്കെ ഇടയാളന്മാരാക്കി തേടാം എന്നാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ആയത്ത് പഠിക്കുക? പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എന്ത് പറഞ്ഞു, അതിൻ്റെ താഴെ എന്ത് പറഞ്ഞു, ആയത്തിന്റെ വാചക ഘടന എന്ത്, അതിന്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം എന്ത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. അപ്പോ വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, സ്വന്തം ദേഹങ്ങളോട് അക്രമം ചെയ്തിട്ടുള്ള, ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകൾ അവര് പ്രവാചകരുടെ അടുക്കല് വരികയാണ്. എന്നിട്ടോ അവര് വരണം പ്രവാചകന്റെ അടുക്കല്. എന്നിട്ട് പ്രവാചകൻ എന്ത് ചെയ്യണം? ഫസ്തഗ്ഫിറുല്ലാഹ
അവരല്ലാഹുവിനോട് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് തേടുകയാണ്. കൂടാതെ പ്രവാചകൻ എന്ത് ചെയ്യണം? വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവരുടെ പാപങ്ങൾ പൊറുക്കാനായിട്ട് തേടണം. എങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവരല്ലാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്ന കരുണാനിധിയായിട്ടുള്ള റബ്ബായിട്ട് അവർക്ക് കാണാം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അതെന്താണെന്നറിയോ പ്രിയമുള്ളവരെ? നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എല്ലാ വേദികളിലും ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതുക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില വിശ്വാസികൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ അല്പം കാപഢ്യമുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ജീവിച്ചിരിക്കുമ്പോൾ ആരുടെ അടുക്കൽ പോയിട്ടാണ് വിധി തേടേണ്ടത്? മുഹമ്മദ് നബിയുടെ അടുക്കൽ പോയിട്ടാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു? നബിയുടെ അടുക്കൽ പോയിട്ട് വിധി തേടിയാൽ തങ്ങൾക്കെതിരാകും, അതുകൊണ്ട് ജൂത നേതാക്കന്മാരുടെ അടുക്കൽ പോകാം എന്ന് കരുതുകയും അവരുടെ അടുക്കൽ പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിനത് വിഷമമുണ്ടാക്കി. പ്രവാചകനെ അവഗണിക്കുകയാണ്, പ്രവാചകനെ നിന്ദിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോ ഇനി ആ ജൂത നേതാക്കന്മാരുടെ അടുക്കൽ പോയി വിധി തേടിയിട്ടുള്ള സഹോദരങ്ങൾക്ക് അവരുടെ ആ തെറ്റ് പുറത്തു കിട്ടണമെങ്കിൽ അവർ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, ജീവനുള്ള ഹയാത്തുള്ള റസൂലുള്ളാന്റെ അടുത്ത് വന്നിട്ട് അവരെന്ത് ചെയ്യണം? റസൂലിനോട് തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള അവരുടെ ദുഃഖം രേഖപ്പെടുത്തണം. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം, പാപമോചനം തേടണം. കൂടാതെ അള്ളാന്റെ റസൂലും അവർക്ക് പാപമോചനം തേടണം. കാരണം എന്താ? അവർ അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. ഇമാം ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതായത് അതിൽ പറയാൻ അന്നഹും ഇൻദമാ ളലമു അൻഫുസഹും ബിത്തഹാകുമി ഇലത്താഗൂത്ത് വൽ ഫിറാറു മിനത്തഹാകുമി ഇലർ റസൂൽ, റസൂലിലേക്ക് വിധി അന്വേഷിച്ചു പോകേണ്ടതിന് പകരം താഗൂത്തിലേക്ക് അഥവാ ജൂത നേതാക്കന്മാരിലേക്ക് അവർ വിധി അന്വേഷിച്ചു പോയി. അങ്ങനെ അവരെന്ത് ചെയ്യണം? അത് പൊറുക്കണമെങ്കിൽ ജാഉർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൽഹറുൻ നദമ, അവർ പ്രവാചകന്റെ അടുക്കൽ വരണം. എന്നിട്ട് അവരുടെ ദുഃഖം പ്രകടമാക്കണം. അലമാ ഫഅലു, അവർ പ്രവർത്തിച്ചതിന്റെ പേരിലുള്ള അവരുടെ വിഷമം, ദുഃഖം അത് തുറന്നു പറയണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് അവർ പാപമോചനം തേടുന്നു, റസൂല് അവർക്ക് വേണ്ടി പാപമോചനം തേടുന്നു. അതാണ് അതിന്റെ മാർഗം എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാൻ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ അടുക്കൽ വരുന്നത്? ഇസാഅത്തുൻ ഇലർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇദ്ഖാലൻ ലിൽഗമ്മി ഫീ ഖൽബിഹി, പ്രവാചകനോടൊരു നിന്ദ്യത, ഒരു അവഗണന അവർ കൽപ്പിച്ചു. പ്രവാചകന്റെ ഹൃദയത്തിൽ അവർ വിഷമമുണ്ടാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പാപമോചനം തേടാൻ, ആരോട്? അള്ളാഹുവിനോട് പാപമോചനം തേടാൻ ഇസ്ലാം കൽപ്പിക്കുന്നത്, ആയത്തിലൂടെ അള്ളാഹു തആല കൽപ്പിക്കുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത് നാട്ടുകൾ ഔലിയയെയോ CM മടവൂരിനെയോ മമ്പുറം തങ്ങളെയോ ഒക്കെ ഇടയാളനാക്കി പ്രാർത്ഥിക്കാനുള്ള ഒരു തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇടയാളന്മാരാക്കി തേടുക എന്നുള്ളത് ആരുടെ രീതിയാണ്? മക്കത്തെ മുശ്രിക്കുകളുടെ രീതിയാണ്. എന്താണ് അവരുടെ രീതി എന്ന് പറയുന്നത്? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിന്റെ 18-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹും വലാ യൻഫഉഹും, അവര് തങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത, ദ്രോഹം പോലും ചെയ്യാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. വയഖൂലൂന, അവര് പറയുന്നു, ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ മഹാത്മാക്കള് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകന്മാരാണ് എന്നവർ പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, അതാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കളെ അവര് പടച്ച റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ മഹാത്മാക്കളുടെ പേരിൽ അവരോട് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഇടതേട്ടം നടത്തുന്നതും എന്ന് നമ്മൾ അറിയുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ടത് പറഞ്ഞു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്.
അപ്പൊ പ്രിയമുള്ളവർ, നിങ്ങൾ നോക്കൂ, അതേ വിശ്വാസം തന്നെയല്ലേ ഇവർക്കുള്ളത്. ഇവരൊക്കെ ഔലിയാക്കളാണ്, മഹാത്മാക്കളാണ്, വലിയ കറാമത്തുകളുള്ളവരാണ്. അവർക്ക് അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് അവര് അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക്, ഈ സാധുക്കളായി ഞങ്ങൾക്ക് ശുപാർശ പറയും എന്നാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായിട്ടുള്ള വിശ്വാസികള് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ, വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. അതാരുടെ വിശ്വാസ? മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം. ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിലെ സൂറ യൂനുസിലെ 18-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ? ആ കാലഘട്ടത്തിലുള്ള ആളുകൾ ബിംബങ്ങളും വിഗ്രഹങ്ങളും സ്ഥാപിക്കുകയുണ്ടായി. എന്താണ് ബിംബങ്ങളും വിഗ്രഹങ്ങളും? മൺമറഞ്ഞു പോയ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, മഹാത്മാക്കളുടെ ചിത്രങ്ങളും രൂപങ്ങളുമാണത്. ആ രൂപങ്ങളും ചിത്രങ്ങളുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവർ വാദിച്ചു. എന്താ വാദിക്കുന്നറിയോ? ഈ ചിത്രങ്ങളും രൂപങ്ങളും അതുമായി ബന്ധപ്പെട്ട് പൂജകളും ആരാധനകളുമൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആ മഹാത്മാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകന്മാരായി മാറും എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നമ്മുടെ ഈ കാലഘട്ടത്തിലും അതിന് സമാനമായിട്ടുള്ള കാര്യമുണ്ട്. അതെന്താണ്? അത് ഒരുപാട് സൃഷ്ടികളെ, മഹാത്മാക്കളുടെ ഖബറുകളെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? അവരുടെ ഖുബൂറുകളെ, ഖബറുകളെ ബഹുമാനിച്ചാൽ ആ മഹാത്മാക്കൾ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകന്മാരാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ ഖബറുകളെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മൾ അജ്മീറിൽ കാണുന്നത്, അതല്ലേ ഏർവാടിയിൽ കാണുന്നത്, അതല്ലേ ഉള്ളാളത്ത് കാണുന്നത്, അതല്ലേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളി വരെയുള്ള ജാറങ്ങളില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഖബറുകളൊക്കെ ബഹുമാനിച്ചുകൊണ്ട് ആ മഹാത്മാക്കൾ തങ്ങൾക്ക് ശുപാർശകന്മാരാകും എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അതാരുടെ വിശ്വാസമാ? അത് മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് എന്ന് നമ്മൾ അറിയുക. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഇടയാളന്മാരെ നമുക്ക് ആവശ്യമില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഒരു മരണ വീട്ടിൽ പോയാൽ അവിടെ ദുആ ചെയ്യാറുണ്ടല്ലോ. എങ്ങനെയാ ദുആ ചെയ്യാറുള്ളത്? മഹാനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ടാണ് ഇവർ ദുആ ചെയ്യാറുള്ളത്. സഹോദരങ്ങളെ, അത് പാടുണ്ടോ? അങ്ങനൊരു തവസ്സുലുണ്ട് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു തവസ്സുലില്ല. കാരണം എന്താ? മഹാനായിട്ടുള്ള ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. قال الإمام أبو حنيفة رحمه الله لا ينبغي لأحد أن يدعو الله إلا به. അദ്ദേഹം പറയാൻ, ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതനാണ്, ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹം പറയാൻ, അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നത് പാടില്ലാത്തതാകുന്നു എന്നുള്ളതാണ്. വഅക്റഹു അൻ യഖൂല ബിഹഖി ഫുലാൻ വബിഹഖി അംബിയാഇക വറുസുലിക വബിഹഖിൽ ബൈത്തിൽ ഹറാം. മുർസലീങ്ങളുടെ, അമ്പിയാക്കളുടെ ഹക്കുകൾ കൊണ്ട്, അതുപോലെ പരിശുദ്ധ കഅബാലയത്തിന്റെ ഹക്ക് കൊണ്ട് ഞാനിതാ തേടുന്നു എന്നുള്ള പ്രാർത്ഥന, അത് ഞാൻ വെറുക്കു. അക്റഹു എന്ന് പറഞ്ഞാൽ ഐ ഉഹരിമുന, ഹറാമാണെന്ന് അർത്ഥം. ആ ഒരു അർത്ഥത്തിനാണ് അവരത് പ്രയോഗിക്കുന്നത് ഹനഫി മദ്ഹബിലെ. അപ്പോൾ അത് പാടില്ലാത്തതാണ്, ഹറാമാണ് എന്നർത്ഥം. എത്രയോ ആളുകളുണ്ട് അങ്ങനെ. മരണപ്പെട്ടു പോയിട്ടുള്ള ഇന്ന വലിയന്റെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എന്നിങ്ങനെയുള്ള പ്രാർത്ഥന, അത് ഹറാമാണ്, പാടില്ലാത്തതാണെന്ന് ഒട്ടേറെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അൽ അല്ലാമത്തുൽ കാസാനി റഹിമഹുല്ലാ ബദായിഉസ് സനാഇ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു, വയുക്റഹു ലിർറജുലി അൻ യഖൂല ഫീ ദുആഇഹി, ഒരു വ്യക്തി തന്റെ പ്രാർത്ഥനയിൽ പറയൽ പാടില്ലാത്തതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അസ്അലുക ബിഹഖി അംബിയാഇക വറുസുലിക, അംബിയാക്കളുടെ ഹക്ക് കൊണ്ട്, മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട്, വബിഹഖി ഫുലാൻ, ഇനി നബിയും മുർസലൊന്നും അല്ലെങ്കിലും
ഏതെങ്കിലും ഒരു മഹാൻ, ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ, അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാകാം, ഹസനാകാം, ഹുസൈനാകാം, അബ്ദുൽ ഖാദർ ജീലാനിയാകാം, അവരുടെയൊക്കെ ഹക്ക് കൊണ്ടുള്ള തേട്ടം അത് പാടില്ലാത്തതാണ്, ഹറാമാൻ. ലിഅന്നഹു ലാ ഹഖ്ക ലിഅഹദിൻ അലല്ലാഹി സുബ്ഹാനഹു വതആല ജല്ല ശഅ്നുഹു. കാരണം അള്ളാഹിൻ്റെ മേൽ ഒരാളോടും ഒരു ഹക്കുമില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഇസ്തിഗാസ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ സുബ്ഹാനല്ലാഹ് സഹോദരങ്ങളെ, നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സഹോദരങ്ങളോടും എനിക്ക് വളരെ ഗൗരവത്തോടുകൂടെ പറയുവാനുള്ളത്, നമ്മുടെ മഹത്തായ പ്രസ്ഥാനം ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പരിപാടികളുണ്ടല്ലോ, അതിലൊക്കെ ഉച്ചസ്ഥരം നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താ? ആരാധന, പ്രാർത്ഥന, ഇബാദത്ത്, അതിൻ്റെ സകലമായ അംശങ്ങളും ജല്ല ജലാലായ പടച്ച റബ്ബിന് മാത്രമേ സമർപ്പിക്കാവൂ എന്നുള്ള തത്വമാണ്. അതിൽ പങ്കുചേർക്കാൻ അത് ജിന്നിനെ വിളിച്ചോ, മലക്കിനെ വിളിച്ചോ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചോ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ സഹോദരന്മാർ, അവരിൽ ചില ആളുകൾ ഇന്ന് CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നവനാണ്, മുദബ്ബിറുൽ ആലമാണ് എന്ന് പറഞ്ഞെടുത്ത് നിർത്തിയില്ല, CM ദൈവമാണ് എന്ന് പോലും പറയാൻ അവർ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. CM മടവൂർ എന്ന് പറയുന്ന അദ്ദേഹം ദൈവമാണ് എന്നാണ് അവസാനമായിട്ട് പറഞ്ഞ ആ പാട്ട് നിങ്ങൾ കേട്ടില്ലേ? കേട്ടോ? കേട്ടല്ലോ അല്ലേ? CM മടവൂരെന്ന് പറഞ്ഞ എന്നോ മരിച്ചുപോയ ആള്, അദ്ദേഹം ഞങ്ങളെ പടച്ചോനാണെന്ന്. നഊദു ബില്ലാഹ്. ഇത് ഈ പാട്ടുകാരൻ മാത്രമല്ല. അപ്പോൾ ഈ പാട്ടുകാരനെ നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊരു സുഹൃത്ത്, അല്ല നിങ്ങൾ പറഞ്ഞു ഓവറായല്ലോ, CMനെ പടച്ചോനാണ്, ഉടയോനാണ്, ഉടയതമ്പുരാനാണ് എന്നൊക്കെ പറഞ്ഞത് ഓവറല്ലേ എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഞങ്ങൾ മഹാത്മാക്കളെ മദ്ഹ് ചെയ്യുന്നവരാ, ഞങ്ങളങ്ങനെ പറയും, ഞങ്ങളുടെ വിശ്വാസം അതാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവരുടെ പേരെന്താ നിങ്ങൾക്ക്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഇദ്ദേഹം മാത്രമല്ല, കണ്ടോ വേറെ ആള് ഇത് മുഴുവൻ കേൾപ്പിക്കുന്ന സമയമില്ല. പിന്നെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് ആരോടാ പ്രാർത്ഥിക്കുന്നത്? CM മടവൂരിനോടാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. CM ദൈവമാണ് എന്ന് പോലും, പടച്ചോനാണ് എന്ന് പോലും പറയാൻ. വേറൊരു മുസ്ലിയാർ പാടിയല്ലോ, കാക്കണം ഞങ്ങളെ ഷെയ്ഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ. ഇങ്ങനെ പാട്ടിൻ്റെ പെരുമഴക്കാലമാണ്, CMനെ ദൈവമാക്കുന്ന പെരുമഴക്കാലമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്രമമില്ല പ്രിയമുള്ളവരെ. ഇവരുടെ ഇത്തരം വാദങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ CM പിന്നെ പടച്ചോനാണ് എന്നുള്ള വാദത്തിലേക്കൊക്കെ എങ്ങനെയാണ് ഇവരെത്തുന്നത്? നിങ്ങൾക്കറിയുമോ? ശിഥില തന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം എന്ന് പറയുന്നത് പച്ച മലയാളത്തിലാണ്. ആ പുസ്തകം എഴുതിയത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ്. ആരാണ് അദ്ദേഹം? സമസ്ത കാന്തപുരം വിഭാഗത്തിൻ്റെ പണ്ഡിത വിഭാഗത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോടൊരു ചോദ്യം. എന്താ ചോദ്യം? മമ്പുറം തങ്ങളെ, ബദരീങ്ങളെ രക്ഷിക്കണേ, മമ്പുറം തങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാമോ? അദ്ദേഹത്തിനോടുള്ള ചോദ്യമാണ്. ഇസ്തിഗാസ ചെയ്യാമോ എന്നല്ല, തവസ്സുൽ ചെയ്യാമോ എന്നല്ല, മമ്പുറം തങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ അതിന് തെളിവുദ്ധരിക്കാമോ? എന്താ ചോദ്യം? അപ്പോൾ ഉത്തരം അനുവദനീയമാണ്. എന്തനുവദനീയം എന്നാ പറയുന്നത്?
ബദരീങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് മലയാളത്തിൽ എഴുതിയ പുസ്തക, എന്നിട്ട് അതിന് തെളിവെന്താ അറിയങ്ങള്? അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നമാ വലിയ്യുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാ വയൂതൂന സകാത വഹും റാകിഊൻ. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത്. ആ ആയത്ത് ഉദ്ധരിച്ചിട്ടാ പറയുന്നത്. ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുക, അള്ളാഹിന്റെ കിതാബ് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ. ഈ ആയത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഇന്നമായി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തീർച്ചയായും മാത്രമാണ് ആണല്ലോ. വലിയുഗം, വലിയ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഔലിയ എന്ന് പറയുമല്ലോ, കേട്ടില്ലെങ്കിൽ? അമ്പംകുന്ന ഔലിയ, നാട്ടുകൽ ഔലിയ, കമ്മുസൂഫി ഔലിയ എന്നൊക്കെ കേൾക്കാറില്ലേ? ഔലിയ, ഈ വലിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഔലിയ. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈമാനും തഖ്വയൊക്കെയുള്ള നല്ല ഒരു സ്വാലിഹായ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ഈ കല്യാണത്തിന് നിക്കാഹ് അവിടെ എന്ത് ചെയ്യണം? ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് വേണം. അതിനെന്താ പറയുക? വലിയ എന്ന് പറയും. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഈമാനും തഖ്വയൊക്കെയുള്ള സ്വാലിഹായ ഒരു മനുഷ്യന് പറയും. കല്യാണം കഴിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട പെൺകുട്ടിയുടെ രക്ഷാകർതൃത്വമുള്ള ആൾക്ക് എന്ത് പറയും? വലിയ എന്ന് പറയും. അതുപോലെ മറ്റൊരർത്ഥാണെന്ത്? മിത്രം, സ്നേഹബന്ധം പുലർത്തുന്നവൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ കാണാം. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം ഔലിയാഉ ബഅ്ളുഹും ബഅ്ള്, പരസ്പരം അന്യോന്യം ആത്മമിത്രങ്ങളാണ് എന്ന് കാണാം. ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ ആയത്ത്. ഇവിടെയുള്ള എല്ലാവർക്കും അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഇന്നമാ വലിയുക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തീർച്ചയായും നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ആരാണ്? അല്ലാഹു, അല്ലാഹുവാൻ. വറസൂലുഹു, അവന്റെ റസൂലുമാൻ. വല്ലദീന ആമനു, ഈമാൻ സ്വീകരിച്ചവരുമാണ് നമ്മുടെ ആത്മമിത്രം. ഇത് എപ്പോഴാണ് അവതരിച്ചത് അറിയങ്ങള്? മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജൂത മതത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം സഹോദരങ്ങളെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോത്രങ്ങളായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ജനവിഭാഗമായിട്ടുള്ള ബനു ഖുറൈളക്കാർ, ബനു നളീറുകാർ, അവരൊക്കെ എന്ത് ചെയ്തു? മുസ്ലിമായല്ലോ അദ്ദേഹം, ഇനി അദ്ദേഹത്തോടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ആ തനിക്കിഷ്ടപ്പെട്ട ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചു. ഇനി ഞങ്ങളുടെ കൂടെ ഒരു കല്യാണത്തിനോ മറ്റൊന്നും തന്നെ പങ്കെടുപ്പിക്കൂല എന്ന് പറഞ്ഞു. മഹാനായിട്ടുള്ള ഇമാം ബഗവി, ഹിജ്റ 510 വഫാത്തായിട്ടുള്ള ഇമാം ബഗവി തൻ്റെ മആലിമു തൻസീൽ എന്ന് പറയുന്ന തഫ്സീറിൽ ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്നമാ വലിയക്കും? ശരിക്ക് ആ ആയത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറയാൻ, ജാ അബ്ദുല്ലാഹിബ്നു സലാം ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ഖൗമനാ ഖുറൈള വന്നളീർ ഖദ് ഹജറൂനാ. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ ജനതയായിട്ടുള്ള ഖുറൈളക്കാരും നളീറുകാരും ഖദ് ഹജറൂന, ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. വഫാറഖൂന, ഞങ്ങളോട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. വഅഖ്സമു അല്ലാ യുജാലിസൂന, അവർ സത്യം ചെയ്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ കൂടെ ഇനി ഒന്നിച്ചിരിക്കുകയില്ല, ഞങ്ങളുടെ കൂടെ വേദി പങ്കിടുക പോലുമില്ല എന്നവർ സത്യം ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ആദർശം അബ്ദുല്ലാഹിബ്നു സലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തോടുള്ള എല്ലാ മാനുഷിക കുടുംബ ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫനസലത്ത് ഹാദിഹിൽ ആയ, അപ്പോഴാണ് ഇത് ഇറങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഈ ആയത്ത് ഇറങ്ങി റസൂലിനോട് വന്ന് പറഞ്ഞപ്പോഴേ ഫഖറഅഹ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ള ഈ ആയത്ത് ഓതിയിട്ട് അദ്ദേഹത്തെ കേൾപ്പിച്ചു. ഫഖാൽ, അപ്പം അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാഹ് റളീനാ ബില്ലാഹി വബി റസൂലിഹി വബിൽ മുഅ്മിനീന ഔലിയാ. മിത്രങ്ങളായിക്കൊണ്ട്, സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിക്കൊണ്ട്
അള്ളാഹിനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു, അള്ളാഹിൻ്റെ റസൂലിനെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു, സത്യവിശ്വാസികളെയും ഞങ്ങൾ തൃപ്തിപ്പെട്ടു. കണ്ടോ? അപ്പൊ ആയത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങളോട് ബന്ധം വിച്ഛേദിച്ച ആളുകള് അവരെ നിങ്ങൾ ആത്മബന്ധുക്കളായിട്ട് ആത്മമിത്രങ്ങളായിട്ട് സ്വീകരിക്കേണ്ടതില്ല. നിങ്ങളുടെ ആത്മമിത്രങ്ങൾ അള്ളയും റസൂലും സത്യവിശ്വാസികളുമാകുന്നു. ഇതാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അതല്ലാതെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് പിന്നെ ഇങ്ങനെ തേടാം. കുട്ടിക്ക് രോഗം വന്നാൽ, പനി വന്നാൽ, തലവേദന വന്നാൽ, അതുപോലെ മാതാപിതാക്കൾക്ക് അസുഖം വന്നാൽ. സുബ്ഹാനല്ലാഹ്, ഞാൻ കഴിഞ്ഞ ദിവസം അടുത്തൊരു കടയിൽ പോയി. കടയിൽ ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ഒരു കാക്ക വന്നു. ആ കാക്ക വന്നിട്ട് പറഞ്ഞു ചന്ദനത്തിരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു 10ൻ്റെ വേണോ 50ൻ്റെ വേണോ? അപ്പോൾ അയാൾ പറയാണ്, ഈ കസ്റ്റമർ പറയാൻ, സാധനം വാങ്ങാൻ വന്ന ആൾ പറയാൻ, ഇത് ഇപ്പാപ്പാൻ്റെ തലക്കുമ്പാത്ത് കത്തിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ കമ്മു സൂഫിയുടെ ജാറത്തിൽ അല്ലെങ്കിൽ ആ മക്ബറയിൽ അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് കത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് 50ൻ്റെ വില കൂടിയത് തന്നെ വേണമെന്ന് പറയാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെ കടയിൽ ആളുകളൊക്കെ ഉണ്ട്, പിന്നെ ഉപ്പാപ്പാനോട് ചില കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനുണ്ട്. മരണപ്പെട്ടു പോയിട്ടുള്ള, ദ്രവിച്ചു പോയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മണ്ണായി പോയിട്ടുള്ള ഒരു മക്ബറയിൽ പോയിട്ട് സങ്കടം ബോധിപ്പിക്കുക എന്നുള്ള വിശ്വാസമാണ് ആ സഹോദരൻ വെച്ചു പുലർത്തുന്നത്. അവിടേക്ക് ചന്ദനത്തിരി നേർച്ചയാക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള മഹാത്മാക്കളോടുള്ള തേടാൻ, അവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവ് എന്ന് പറയുന്ന ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു. ഇനി സഹോദരങ്ങളെ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇവർ പറയുന്ന വേറെ തെളിവുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ കാലഘട്ടത്തിൽ വരൾച്ചയുണ്ടായി. അപ്പോൾ ഒരു മനുഷ്യൻ പ്രവാചകന്റെ ഖബറിൻ്റെ അടുക്കലേക്ക് വന്നു. യാ റസൂലല്ലാ, അദ്ദേഹം പറയാണ്, അള്ളാഹിൻ്റെ റസൂല് ഖബറിൽ കിടക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂല്, ഇസ്തസ്കിലി ഉമ്മത്തിക, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിങ്ങൾ മഴയെ തേടൂ. ആരോടാ പറയുന്നത്? ഖബറടക്കം ചെയ്തിട്ട് എത്രയോ കാലമായിട്ട് നമുക്കറിയാം, നബി മരിച്ചു, അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി, എന്നിട്ട് ഉമറുൽ ഫാറൂഖ് ഭരണം നടത്താൻ. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? വരൾച്ചയുണ്ടാകുന്നത്. അപ്പോഴാണ് നബിയുടെ ഖബറിൻ്റെ അടുക്കൽ വരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താ റസൂലിനോട് മഴയ്ക്ക് വേണ്ടി തേടില്ല, റസൂലിനോട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആ അള്ളാഹിനോട് മഴയ്ക്ക് വേണ്ടി തേടണം എന്ന്. ഈ ഒരു സംഭവം പറയാറുണ്ട് ഇപ്പോൾ തെളിവായിട്ട് ഈ അടുത്ത കാലത്തായിട്ട്. അത് തെളിവായിട്ട് പറയാനുള്ള കാര്യം എന്താ? ചില കിതാബുകളിലൊക്കെ ഇതിൻ്റെ പരമ്പര സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ശുദ്ധമായ അസംബന്ധമാണ്, ദുർവ്യാഖ്യാനമാണ്. സഹോദരങ്ങളെ, ഒന്ന്, ഈ ഖബറിൽ കിടക്കുന്ന മഹാനായിട്ടുള്ള പ്രവാചകൻ അദ്ദേഹം കേൾക്കുമോ? മരിച്ച ആൾ കേൾക്കുമോ? വിശുദ്ധ ഖുർആനിലെ ആയത്തിലെ ഇന്നക ലാ തുസ്മഉൽ മൗതാ, മരണപ്പെട്ടവരെ തീർച്ചയായും നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് വന്ന് ചോദിച്ചല്ലോ, ബദറിൽ പൊട്ടക്കണക്കിൽ കിടക്കുന്ന കുഫാറുകൾ, അവരോട് നബി സംസാരിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഖുർആനിലെ ആയത്തോതി, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറുകളിൽ അവരെ നിനക്ക് കേൾപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറയാൻ. എന്നാൽ നബി അവിടെ പറഞ്ഞത് അതൊരു പ്രത്യേക സംഭവമാണ്, ആ സമയത്ത് മാത്രം കേട്ട ഒന്നാണ് എന്ന് പറയാണ്. അതായത് ഖബറുകളിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഖബറിൻ്റെ അടുക്കൽ, നബിയുടെ ഖബറിൻ്റെ അടുക്കൽ വന്നിട്ട് ഇസ്തസ്ഖി ലി ഉമ്മതിക, നിന്റെ സമുദായത്തിന് വേണ്ടി, അങ്ങയുടെ സമൂഹത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി തേടുക എന്ന് പറഞ്ഞ സംഭവം, അതിനെക്കുറിച്ച് ഒട്ടേറെ പണ്ഡിതന്മാർ സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സനദിൽ മാലിക്കുദ്ദാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വഹാദാ ഇസ്നാദുൻ ലഈഫുൻ ലാ യുഹ്തജ്ജു ബിഹി, ഇത് ദുർബലമായ പരമ്പരയാണ്, തെളിവിന് കൊള്ളാത്തതാണ്. വമാലിക്കുദ്ദാർ മജ്ഹൂലുൻ, മാലിക്കുദ്ദാർ എന്ന് പറയുന്ന അതിൻ്റെ പരമ്പരയിലുള്ള ആ റാവി മജ്ഹൂലാണ്, അഥവാ അജ്ഞാതനാണ്.
അദ്ദേഹം വിശ്വസ്തനാണോ വിശ്വസ്തനല്ലേ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാത്തവണ്ണം അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ എന്തു വന്നാലും ശരി അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹുവിനോട് മാത്രം അഭൗതികമായിട്ടുള്ള സഹായതട്ടം നടത്തുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നർത്ഥമുള്ളൊരായത്തുണ്ടല്ലോ. ആർക്കാ പറയാൻ പറ്റിയ? പറഞ്ഞോളൂ. അതെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പരിശുദ്ധ ഖുർആനിലെ 72-ാം അധ്യായം സൂറത്തുൽ ജിന്നിലെ അതേ ആശയം പറയുകയുണ്ടായി. കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയുക പ്രവാചകരെ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന ആ ആയത്തിൻ്റെ ഭാഷാപരമായ ഘടന എടുത്തു നോക്കിയാൽ ഇന്നമാ വെച്ചാ പറയുന്നത് മാത്രം, അഥവാ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്നാ. എന്നിട്ട് വീണ്ടും അരക്കിട്ടുറപ്പിക്കാൻ പറയാൻ വല ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന്. സഹോദരങ്ങളെ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മറ്റൊരു പര്യായപദമാണ്. വെള്ളം ജലം എന്ന് പറയുന്ന പോലെ ഇസ്തിഗാസയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള തേട്ടമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നതോ സാധാരണയുള്ള എല്ലാ പ്രാർത്ഥനയ്ക്കും ദുആ എന്ന് പറയും. അപ്പോ ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം എന്ന് സൂറത്തു അൻഫാൽ പറയുന്നുണ്ട്. അതേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിൽ പരിശുദ്ധനായ റബ്ബിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്തുള്ളൂ. അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരോടും വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ ഇസ്തിഗാസ, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ നേർച്ച, നിങ്ങളുടെ ആരാധനയുടെ എല്ലാ അംശങ്ങളും ആ റബ്ബിന് മാത്രം. അല്ലാഹു തആല അചഞ്ചലമായ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ശിർക്കിന്റെ ലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിൽ വരാതെ സമ്പൂർണമായി മോഹിതകളായി കൊണ്ട് ജീവിക്കുവാൻ നാഥ ഞങ്ങൾക്ക് നീ അനുഗ്രഹം കനിഞ്ഞരുളേണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.